ആ മറുപടി കേരളത്തിലെ ജനങ്ങൾ തന്ന മറുപടിയാണ് നിലമ്പൂർ കിട്ടിയത്. അതാണ് നിങ്ങൾക്ക് പാലക്കാട് കിട്ടിയത്, ചേലക്കരയിൽ കിട്ടിയത്, അത് തന്നെയാണ് നിങ്ങൾക്ക് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും കിട്ടിയത്, വയനാട്ടിൽ കിട്ടിയത്, ലോക്സഭാ ഇലക്ഷനിൽ കിട്ടിയത്. നിങ്ങൾ ഏത് മറുപടിയെ കുറിച്ചാണ് പറയുന്നത്? കേരളത്തിലെ സ്ഥാപനങ്ങളിലേക്കുള്ള നിങ്ങൾ ഒരു ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. 6 ഏക്കർ വിളിച്ചുകൊണ്ടുപോയി നിർമ്മലാ സീതാരാമന്റെ ഒപ്പം പുട്ടും കടലയും കഴിച്ചപ്പോ എന്ത് വിഷയമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച ചെയ്തത്? ആ ഒറ്റ കാര്യത്തിന് മറുപടി പറയാൻ താങ്കൾക്ക് ആർജവമുണ്ടോ? ഒറ്റ കാര്യത്തിന് 6 ഏക്കറുമായിട്ട് പ്രഭാത ഭക്ഷണം നടത്തിയപ്പോ പുട്ടും കടലയും കഴിച്ചുകൊണ്ടില്ല എന്താണ് സംസാരിച്ചത്? ഇതേവരെ കേരളത്തിലെ രഹസ്യമാണ്. എട്ടാമത്തെ ലോകാത്ഭുതമാണ് പിണറായി വിജയനും 6 ഏക്കറും നിർമ്മലാ സീതാരാമനും കെ വി തോമസിനും പുട്ടും കടലയും കൊടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നത് ഏത് വിഷയമാണെന്ന് ഇന്നേവരെ കേരളത്തിൽ ആർക്കെങ്കിലും അറിയോ? താങ്കൾക്കറിയോ? റിപ്പോർട്ട് കൊടുത്തു. ആരാണ് 2012 കേരളത്തിന്റെ മുഖ്യമന്ത്രി സാക്ഷാൽ ഉമ്മൻചാണ്ടി? ആരാണ് കോട്ടയത്ത് നിന്നുള്ള മന്ത്രി സാക്ഷാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? ആരാണ് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്? UDF 2012. ആരാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്? UDF 2012. 2012 ആണെന്ന് പറഞ്ഞൊരു എന്താ UDF പറയാനുള്ളത്? ശരി 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 അല്ലല്ല മറ്റു വിഷയങ്ങളിലേക്ക് പോകണ്ട, മറ്റു വിഷയങ്ങളിലേക്ക് പോകണ്ട. ശരി ജിൻഡോ, ശരി 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 ജിൻഡോ, ശരി മുരളീധരൻ, ശരി 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 ശരി. എന്തായാലും താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട പുതിയ പട്ടിക സർക്കാർ അടിയന്തരമായി ഗവർണർക്ക് നൽകാൻ പോവുകയാണ്. അതിന്മേൽ ഗവർണർ എന്ത് നിലപാടെടുക്കും? അതല്ല സുപ്രീം കോടതിയിലേക്ക് പോയി തുടർ യുദ്ധത്തിന് തന്നെയാകുമോ രാജ്ഭവൻ മുതിരുക എന്നതുമാണ് അറിയേണ്ടത്. വളരെ